ഹലോ, ഒരു നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ കണ്ടാലോ? ഫസ്റ്റ് തന്നെ ഞാൻ കുറേ വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ എൻ്റെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഹൈഡ്രേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിനുശേഷം സെറാവയുടെ ഒരു ജെൻറ്റിൽ ക്ലെൻസർ കൊണ്ട് മുഖം കഴുകുക. നമ്മൾ ഇട്ടിട്ടുള്ള സൺസ്ക്രീമും മേക്കപ്പും ഒക്കെ നല്ലപോലെ റിമൂവ് ചെയ്തിട്ട് വേണം ഇതേപോലെ ഫേസ് ക്ലെൻസർ ഉപയോഗിക്കാൻ. പിന്നീട് ഞാൻ റെറ്റിനോൾ ഉപയോഗിക്കും. പക്ഷേ റെറ്റിനോൾ ഉപയോഗിക്കുന്നതിന് മുൻപ് നമ്മുടെ സ്കിൻ ബാരിയറൊക്കെ നല്ലപോലെ സ്ട്രെങ്തൻ ആക്കണം. അതിനായിട്ട് ഞാൻ സ്നെയിൽ മ്യൂസിയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഈ പ്രൊഡക്ട്സ് ഞാൻ മുമ്പ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഞാൻ സ്നെയിൽ മ്യൂസിയം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 2 ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പോകെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്നെയിൽ മ്യൂസിയം ഇല്ലെങ്കിൽ സാധാരണ ഒരു മോയ്സ്ചറൈസർ ഉണ്ടാവില്ലേ നിങ്ങൾ യൂസ് ചെയ്യുന്ന, അതിട്ടാലും മതി. അപ്പോൾ ഞാനിത് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സ്ലൈമി ടെക്സ്ചറാണ്, ഇങ്ങനെ കയ്യിലിങ്ങനെ തെന്നുന്ന പോലത്തെ ഒരു ടെക്സ്ചറാണ് ഇതിനുള്ളത്. പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. ഒച്ചിൻ്റെ സെക്രീഷനാണ് കേട്ടോ സാധനം. അപ്പോൾ ഇത് നല്ലപോലെ സ്കിന്നിൽ ഡ്രൈ ആവാനായിട്ട് വിടാം. ഇങ്ങനെ ചെയ്യണ കൊണ്ട് റെറ്റിനോൾ കാരണം ഉണ്ടാവുന്ന കുറേ ഇറിറ്റേഷൻസൊക്കെ നമുക്ക് നല്ലപോലെ കുറയ്ക്കാൻ പറ്റും കേട്ടോ. സോ ഫസ്റ്റ് ഇതേപോലെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. റെറ്റിനോൾ ഇടുമ്പോൾ കണ്ണിൻ്റെ താഴെ മൂക്കിൻ്റെ സൈഡിലോ ഒന്നും റെറ്റിനോൾ അപ്ലൈ ചെയ്യരുത്. പൊതുവേ നമ്മൾ വാസ്ലിനാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷേ എൻ്റെ വാസ്ലിൻ തീർന്നു. അതുകൊണ്ട് ഞാൻ റെറ്റിനോൾ നല്ല സൂക്ഷിച്ച് മുഖത്തിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ടല്ലേ, പീ സൈസ് എമൗണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന പീ സൈസ് എമൗണ്ട് എത്രയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത്രയുമാണ് ഞാൻ ഉപയോഗിക്കുന്ന പീ സൈസ് എമൗണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പീ സൈസ് എമൗണ്ടിൽ നിന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്ന രീതി കാണിച്ചു തരാം. കൈൻ്റെ ബാക്കിൽ ഇതേപോലെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഡോട്ട് ചെയ്യുക. നമ്മുടെ സ്കിന്നിൽ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കണം. എല്ലായിടത്തും ഈവണായിട്ട് റെറ്റിനോൾ അപ്ലൈ ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒരു കാരണവശാലും കണ്ണിൻ്റെ അടിയിലൊന്നും റെറ്റിനോൾ പോവരുത്. കണ്ണിൻ്റെ അടിയിൽ ഡെലിക്കേറ്റ് സ്കിന്നാണ്. അപ്പോൾ റെറ്റിനോൾ നല്ലപോലെ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. പിന്നെ കഴുത്ത് മറക്കരുത്. നമുക്ക് ആദ്യം തന്നെ ഏജ് അറിയുന്ന ഒരു സ്ഥലമാണ് കഴുത്ത്. അപ്പോൾ അവിടെ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് ചെറിയ ഫൈൻ ലൈൻസും റിങ്കിൾസൊക്കെ ഇതേപോലെ റെറ്റിനോൾ ഉപയോഗിക്കണതുകൊണ്ട് പോകും കേട്ടോ. ഇതേപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മാറ്റം പ്രത്യേകിച്ച് എടുത്തറിയൂ കേട്ടോ റെറ്റിനോളിൻ്റെ. സോ ഫസ്റ്റ് ടൈം ബിഗിനർ ആണെങ്കിൽ നല്ലപോലെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം റെറ്റിനോൾ പോലുള്ള പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഞാൻ ലിപ്പിന് കെയർ കൊടുക്കണം. ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് തന്നെ ലിപ്സൊക്കെ നല്ലപോലെ ഡ്രൈ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ലനേഷിൻ്റെ ഒരു ലിപ് ബാമാണ് ഇതേപോലെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൈൻ്റെ ബാക്കിൽ ഞാൻ ഇത്രയും എമൗണ്ട് ഇടുന്നുള്ളൂ. കാരണം എൻ്റെ കൈൻ്റെ ഉള്ളിലെല്ലാം ഇപ്പോൾ റെറ്റിനോൾ ഉണ്ട്. സോ എനിക്കത് ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഇടുമ്പോൾ തന്നെ ആ ഒരു ഗ്ലോ കണ്ടോ, നല്ലപോലെ ഹൈഡ്രേറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് പകൽ എഴുന്നേൽക്കുമ്പോഴേക്കും നല്ലൊരു സപ്പിളായിട്ടിരിക്കും കേട്ടോ നമ്മുടെ ലിപ്സ്. സോ ലനേഷിൻ്റെ ലിപ് ബാം ഇട്ട് കൊടുത്ത് സ്ട്രോബെറി ഫ്ലേവറാണ്. സോ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ. സിമ്പിൾ ആൻഡ് വെരി എഫക്റ്റീവ്. അതിനുശേഷം ഞാൻ ഉറങ്ങാൻ പോകും. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.